ഹായ്, എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പുല്ല് പറയണം കേട്ടോ. നമ്മുടെ പറമ്പിലെ സൈഡിലൊക്കെ നിറച്ച് പുല്ലുകളാണ്. അപ്പോൾ പുല്ലൊന്ന് വലിക്കണതും പറിക്കണതും കൈക്കോട്ടുകൊണ്ടും ഇങ്ങനെ വൃത്തിയാക്കണതൊക്കെ കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഈ സൈഡിലും ഒക്കെ ഉണ്ട് കേട്ടോ പുല്ല്. അപ്പോൾ അതിനൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എത്ര പുല്ലുണ്ടെങ്കിലും നമ്മളതിനെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ വല്ല ഇഴജന്തുക്കളും വരുമല്ലോ. അതായത് പാമ്പ് ഒക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതിനൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. എപ്പോഴെങ്കിലൊക്കെയാണ് നമുക്ക് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു ചെറുതായി കുറച്ച് 4 മണിച്ചെടി ഉണ്ട് അവിടെ. പിന്നെ എല്ലാ വശത്തെയും 4 മണിച്ചെടി ഇങ്ങനെ വലിച്ച് വൃത്തിയാക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സ്കൈ കുട്ടി വെച്ചെങ്കിലോ പിന്നാലെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലതാണല്ലോ നമ്മുടെ സ്കൈ പിന്നാലെ വരുമ്പോൾ നല്ല ഇഴജന്തുക്കളോ പാമ്പുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഐറ്റങ്ങൾ അത് അതിനെ ഓടിക്കുക എന്തെങ്കിലും അറിയാതെ നമുക്ക് തരും. അപ്പോൾ നമ്മുടെ പുല്ല് പറിക്കുമ്പോൾ നല്ലൊരു സംരക്ഷണമാണ് നമുക്ക് അവർ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ. പുല്ല് നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചുറ്റുമുണ്ട്. നിങ്ങൾക്ക് പുല്ല് ആദ്യം തന്നെ ഞാനത് എടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ഇടയിൽ കാണും. ഞാനിപ്പോൾ എല്ലാം കൂടി എഡിറ്റിങ് ചെയ്തിട്ട് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വശത്തും നല്ല പുല്ലുണ്ടായിരുന്നു. അപ്പോൾ ഒരു വശത്ത് കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ വൃത്തിയാവുന്നുണ്ട്. അങ്ങനെ ഞാൻ ചെയ്യാറുള്ളത്. വൃത്തിയാക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം പെട്ടെന്ന് വൃത്തിയാക്കട്ടെ. ഇത് കുറേ നാൾ മുന്നേ എടുത്ത് വെച്ചുള്ള വീഡിയോ പണിക്കാരുള്ള കാരണം അത് ഞാൻ ഇടാൻ വൈകിയതാണ്. അപ്പോൾ ഒക്കെ അവിടുത്തെ എല്ലായിടത്തും വൃത്തിയാക്കണ്ട ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൈകൊണ്ട് പറിക്കാനും പറ്റില്ല, എന്നാൽ കൈക്കോട്ട് കൊണ്ട് വലിച്ചങ്ങോട്ട് പോരുന്നില്ല, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ആക്കി ഒന്ന് വൃത്തിയാക്കിയിട്ട് വരണമെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ കുറേയൊക്കെ അതിൻ്റെ കിടക്കിൽ തന്നെ ഇട്ട് അമർത്തി മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് അത്ര നമുക്ക് കൊണ്ടുപോയി കളയണ്ടല്ലോ, അവിടേക്കും ഇവിടേക്കൊക്കെ കൊണ്ടുപോയി ഇടാൻ നിൽക്കണ്ട. അപ്പോൾ പുല്ലൊരു വളയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോന്നിൻ്റെ കടക്കിൽ തന്നെ കൂട്ടി കുറേ കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ നമ്മൾ വാരിക്കൊണ്ട് കളയാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുണ്ട്. അപ്പോൾ കൈക്കോട്ട് കൊണ്ട് തന്നെയാണ് ആവുന്നത് എടുക്കുകയാണല്ലോ. കൈ കൊണ്ടാകുമ്പോൾ എളുപ്പമല്ല. വെയിലുണ്ട്, നല്ല വെയിലുണ്ടായിരുന്നു ആ സമയത്ത്. ആ വെയിലുള്ള സമയത്താണ് ചെയ്തത്. ഒരു ഉച്ചയോട് കൂടിയുണ്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പോയാലത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല, എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കില്ല, ചെയ്യണ്ട എല്ലാവരും കൂടി ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കറിയില്ല, എല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ വലിയ പണിയൊന്നുമില്ല. പിന്നെ ഈ ഫോണിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യലെടുക്കലും ഓരോ വീഡിയോ കാണലൊക്കെ തന്നെയാണ് പണി. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്ന പുല്ല് പറി കഴിയില്ലോ, അങ്ങനെ ഞാനത് പുല്ല് പറിച്ച് റെഡിയാക്കുന്നതാണ് കേട്ടോ. പിന്നെ മഴയില്ലാത്ത കാരണം നമുക്ക് നല്ലൊരു സുഖം കിട്ടും. വെയിലുള്ള കാരണേ ഒക്കെ ഭയങ്കര ഒരു ക്ഷീണം മുഖത്തുണ്ട്. അതാണ്. കത്തിയൊന്നും കൊടുന്നില്ല ഞാൻ. എല്ലാവരിലും കത്തിയോ അല്ലെങ്കിൽ വെട്ടോത്തിയോ ഒപ്പം വേണം, അത് കൊടുന്നില്ല. പുല്ലുപറി കഴിഞ്ഞിട്ട് ഇതാ മുറ്റമൊക്കെ അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കുന്നുണ്ടാവും ഓരോ എല്ലാ സൈഡുകളും. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
അങ്ങനെ പുല്ല് പറി കഴിഞ്ഞാൽ അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം അവിടെയൊക്കെ ആ ചമ്മലയും പിന്നെ പുല്ലൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടു കേട്ടോ. ഇട്ടിട്ട് അത് കത്തിക്കുന്ന ഒരു സൈഡിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അവിടെ കത്തിക്കാം. അത് ഉണങ്ങിയാൽ പിന്നെ കത്തിക്കാമല്ലോ. നമ്മൾ വൃത്തികേടായിട്ട് കിടക്കില്ലല്ലോ അങ്ങനെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തട്ടെ. ഓക്കെ, താങ്ക് യു. അങ്ങനെയുണ്ട്, വൃത്തിയായില്ലേ? എല്ലാ സൈഡും കണ്ടില്ലേ? ക്ലീൻ 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 ക്ലീൻ, അടിപൊളി. ഒക്കെ ഇങ്ങനെ എല്ലാം വൃത്തിയാക്കാനും പറ്റും. അങ്ങനെ നമ്മുടെ പുല്ല് പറി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.